നമ്മളന്ന് രണ്ടാമത്തെ ദിവസമാണ് കിർഗിസ്ഥാനിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അലാർച്ച നാഷണൽ പാർക്കാണ്. അപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടുത്തെ വൺ ഓഫ് ദി എന്താ പ്രൈം ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാറായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ഉള്ളിലേക്ക് ഒരുപാട് പോകാനുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അലാർച്ച നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോളർ എടുത്തിട്ടുണ്ട്, കാരണം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് മേലേക്ക്. സത്യം പറഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലടിക്കുന്ന കാരണം കുറച്ചൊരു സുഖമുണ്ട് ആ വെയിൽ കൊള്ളുമ്പോൾ. ഇവിടെ ഇപ്പോൾ സമയം 11:50, 12 മണിയാവാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സമയത്തൊക്കെ വരണതാവും നല്ലത്, കാരണം രാവിലെ സമയത്തൊക്കെ വരണമെങ്കിൽ തണുപ്പ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ നല്ല ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാവരും പ്രോപ്പറായിട്ട് എന്താ പറയുക, മങ്കി ക്യാപ്പും സ്വെറ്ററും ഗ്ലൗസും പിന്നെ അതിനനുസരിച്ച് കംപ്ലീറ്റ് പ്രോപ്പർ ഡ്രസ്സിങ് ആയിട്ട് വരണം. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലമാണ്. പിന്നെ കാണുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ മഞ്ഞുമലകളുണ്ട്, മരങ്ങളും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. മാസ്ക് എടുക്കേണ്ടവർക്ക് മാസ്ക് എടുത്തിട്ട് വരാം, കാരണം തണുത്ത കാറ്റടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഇല്ല,
അലാർച്ച നാഷണൽ പാർക്ക് കണ്ടിറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കഷ്ക സൂ. ഓക്കെ. അലാർച്ച നാഷണൽ പാർക്ക് അടിപൊളി സ്ഥലമായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ നല്ല ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ പോയിന്റുകളും നല്ല എന്താ പറയുക മഞ്ഞുള്ളതും മഞ്ഞില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി നമ്മൾ പോണത് കഷ്കാസു എന്ന് പറഞ്ഞ സ്ഥലമാണ്. കഷ്കാസൂരാണ് പോണത്. അപ്പോൾ അവിടെ എന്താണുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇനി പോയിട്ട് നോക്കാം. നമ്മൾ കഷ്കാസുവിൻ്റെ ടോപ്പിലാണ് പോന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് കേബിൾ കാറും സംഭവങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല. ഇന്ന് ട്യൂസ്ഡേ ആണ്, സാറ്റർഡേ സൺഡേ ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വ്യൂ എന്തായാലും കാണിച്ചത്. നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്, വണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. ഓക്കെ, ദിസ് ഈസ് ദ വ്യൂ. മൈ ഗുഡ്നസ്, അടിപൊളി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ കഷ്കാസു ഞങ്ങൾ കണ്ടിറങ്ങി. അവിടുത്തെ റൈഡ്സ് എല്ലാം ക്ലോസ്ഡ് ആയ കാരണം നമുക്ക് കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് കിർഗിസ്ഥാനിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫിഷാണ്. അപ്പോൾ ഡേ 2 നമ്മൾ ഇവിടുന്ന് കിർഗിസ്ഥാനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഓക്കെ, കോലുമുട്ടായി അല്ല നമ്മൾ കഴിക്കാൻ പോണ എന്താണെന്നറിയോ? ഫിഷ്. അവിടെ പോയിട്ട് നമുക്ക് കോലുമുട്ടായി ഫിഷ് വാങ്ങിക്കട്ടാ. കോലുമുട്ടായും വാങ്ങിച്ചുതരാം. അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല, എന്നാലും ഇതാണ് പേര്. കൗക്കാസു. പിന്നെ ആ എഴുതിയിട്ടുള്ള സാധനം, അതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇപ്പോൾ ഇവിടുത്തെ ഫിഷ് സ്പെഷ്യലാണെന്നാണ് നമ്മളെ മൂസാക്ക പറയണത്. മൂസാക്ക ആരാണ്? മൂസാക്ക നമ്മുടെ ഗൈഡ്. ഈ വലിച്ചോണ്ടിരിക്കണ തഗ് ലൈഫാണ് നമ്മളെ മൂസാക്ക. ശരിക്കും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കഷ്കസു ഫൊറൈൽ എന്നാണ്. കഷ്കസു എന്നത് സ്ഥലത്തിൻ്റെ പേരും അതുപോലെ ഫൊറൈൽ എന്ന് പറയുന്നത് ആ മീനിൻ്റെ പേരുമാണ്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. മാത്രമല്ല ഇവിടെ പുറത്ത് ഇതുപോലെയുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഫാമിലി ആയിട്ട് ഒരു ഹട്ട് പോലെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വൈബും ആംബിയൻസും ഒക്കെ ഉള്ള സ്ഥലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഗൈസ്, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഹട്ട്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. നമ്മളെ ഹലോ, ഇത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകണം കേട്ടോ. പാർക്കിൽ പോകണം. ഓക്കെ, ഓക്കെ. നമ്മൾ ഈ കുളത്തിലുള്ള എല്ലാവരും കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഏത് മീനാണ് വേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ മതി, അവർ കുക്ക് ചെയ്ത് തരും. എന്തായാലും ഒരു അടിപൊളി സംഭവം. ഇവിടെ നിങ്ങൾക്ക് കാണാട്ടോ, താഴെ മൊത്തം മീനാണ്.
This all fish, huh? Yeah, it's all fish. You see? Yeah. You tell which one? Okay. Okay, അവിടെതാ മീൻ പിടിക്കാൻ പോവാണ്. 4 piece chota. Okay? Okay. Hey, kisne kaynan chota ngapat. അവിടെതാ മീൻ പിടിക്കാൻ പോവാണ്. പിടിക്കണേ. ആയി വാ പെട്ടക്കണ മീൻ. ഏതാ മീൻ മനസ്സിലാവില്ലല്ലോ അടുത്ത. Okay, Allah. Allah Allah ortam songa öyle. Antrakal. Daha bir oyunu koşan 3 oldu. Ne be timpis. ഇതാണ് ഐറ്റം. വാട്ട് ഈസ് ദ നെയിം? ഫോറൽ. ഇതാണ് മീനിൻ്റെ പേര്. നമ്മളെ ഹോട്ടലിൻ്റെ പേര് ഇതാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഹോട്ടലിൻ്റെ പേര് എന്താണെന്ന് അറിയേണ്ടതില്ല. അപ്പോൾ ഇത് കിർഗിസ്ഥാനിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഫിഷാണ്. ഹോട്ടൽ ഫോറൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇയാൾ ഒരു സെർവ് ചെയ്യാൻ പോകണം. മൂസാക്ക സെർവ് ചെയ്യാൻ പോവാണ്. കളിക്കാൻ പറ്റുള്ളൂ. പാർക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്യും. തരാം. സാധനം എന്തായാലും ഒരു പീസ് കഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് തോന്നുന്നത്. സംഭവം കൊള്ളാട്ടോ. നല്ല മൊരിച്ചിലുണ്ട്. അവിടെ ഈ എന്തോ ബാറ്ററിൽ ഫ്രൈ ചെയ്ത പോലെ വന്നിട്ടുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളിയാട്ടോ. ഓക്കെ കം ഓൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ ഗുഡ്. റെസ്റ്റോറൻറ്റിൽ നല്ലൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. സ്ലൈഡും സീസോ അങ്ങനെ കളിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. നമ്മളെ ദുവാമോള് ഫുൾ ഓണാണ് അവിടെ അല്ലേ. സ്ലൈഡിൽ കയറാൻ പോവാ. അപ്പൊ ഹൈഫൈ തരണേ. ഹൈഫൈതാ. യെസ്, യു ലൈക്ക് സ്ലൈഡ്? യെസ്. നമ്മുടെ ഡേ 2 ജേണി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പം നമ്മൾ അലാർച്ച നാഷണൽ പാർക്കും കഷ്കാസും ഒക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് മടങ്ങുകയാണ് ബിഷ്കേക്കിലോട്ട്. ഇപ്പോഴത്തെ ലോക്കൽ ടൈം 5:45 PM ആണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് ബിഷ്കേക്ക് സിറ്റിയിലേക്ക്. ഡേ 3 നമ്മളിനി കാണാൻ പോകുന്നത് കിർഗിസ്ഥാനിൽ വളരെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഭയങ്കര സ്റ്റീപ്പാണ് സ്റ്റെപ്പ്. സാധാരണ എന്താ പറയുക, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മാത്രം കയറാമെന്ന് വിചാരിച്ചു. കുട്ടീനായിട്ട് തീരാൻ പറ്റില്ല.
ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. ഭയങ്കര സ്റ്റീപ്പാണ്, വെളിച്ചല്ല. ടോർച്ച് ലൈറ്റിൻ്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത്.